ഒരു ചെറിയ 3 വയസ്സായ മകളെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. വളരെ അക്രമാസക്തയാണ്. സാധാരണ മൃദുവും ഉള്ളവളാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നാൽ അവൾക്ക് നിയന്ത്രണം സാധ്യമാവുകയില്ല. എങ്ങനെ ആയാലും അത് ശരിയാവില്ല. കുട്ടിയെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ടി വരുമോ? നമുക്ക് കുട്ടീനെ കാണും, കുട്ടീൻ്റെ പെരുമാറ്റങ്ങളും പൂർണ്ണമായും അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം, 3 വയസ്സാണല്ലോ, ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രായമാകുമ്പോൾ കുട്ടി ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി കാണിക്കുന്ന ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഈ ഇവരുടെ ഉമ്മയുടെ അനുജത്തിമാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയോ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് എന്ത് ദിവസം ഒരു 2-3 ദിവസം ഒരു വിരുന്ന് പോലെ ഉമ്മയില്ലാതെ ഒന്ന് നിർത്തി നോക്കുക, അങ്ങനെ നിൽക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ സത്യത്തിൽ ഉമ്മയുമായി കണക്റ്റഡാണ് ഈ വാശിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു രോഗസംബന്ധമായിട്ട് ഒരു സൈക്യാട്രിക്കായിട്ട് ഒരു പീഡിയാട്രിഷ്യനൊക്കെ കാണിക്കേണ്ട, ഒരു പീഡിയാട്രിക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ അത് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ. അത് നേരത്തെ പലപ്പോഴും കുട്ടികളുടെ സ്വഭാവപരമായ വാശി പ്രശ്നങ്ങളൊക്കെ ഉമ്മയുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ഉമ്മ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. കുട്ടി മാറ്റി നിർത്തല്ല, സ്വാഭാവികമായിട്ടില്ലെങ്കിൽ ഉമ്മ വീട്ടിൽ 3 ദിവസത്ത് പോയി, ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കുട്ടി സ്വാഭാവികമായിട്ട് വല്യമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇളയമ്മാൻ്റെ അടുത്തോ ആരത്തെങ്കിലുമൊക്കെ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം തന്നെ, 3 വയസ്സല്ലേ, സന്തോഷത്തോടു കൂടെ തന്നെ കുട്ടി എന്ത് ചെയ്യാണ് ഒന്ന് അപ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് ആ പെരുമാറ്റങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉമ്മ വരുത്തിയാൽ മാറാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്നൊന്ന് നിരീക്ഷിക്കുക, പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഒരു ആളെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മൾ പക്ഷെ ഒരു മെഡിസിനിലേക്കൊക്കെ പോകുമ്പോൾ 1, 2, 3 അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് സൈക്കാട്രിക് മെഡിസിൻസൊക്കെ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് കൊടുക്കായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.